കഴിഞ്ഞ കുറച്ചു നാളായി കേരള രാഷ്ട്രീയത്തിൽ കേൾക്കുന്നത് ലേഖന വിവാദമാണ്. ഇടഞ്ഞു നിന്ന തരൂരിനെ അനുനയിപ്പിക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഹൈക്കമാൻഡ്. എന്തായാലും കോൺഗ്രസ് തരൂരിന് ലോക്സഭാ ഉപനേതാവ് എന്ന പദവി നൽകാൻ തയ്യാറായിരിക്കുകയാണ്. എന്നാൽ ഹൈക്കമാൻഡിന്റെ ഈ നിലപാടിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച് ലേഖനവുമായി എത്തിയിരിക്കുകയാണ് മുതിർന്ന നേതാവ് പ്രൊഫസർ PJ കുര്യൻ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരിന് അർഹതയ്ക്ക് അതീതമായ പദവികൾ പാർട്ടി നൽകിയിട്ടും വീണ്ടും പദവികൾക്കായി ആക്രാന്തം കാട്ടുകയാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിന് പുറത്ത് തനിക്ക് മറ്റു പല സാധ്യതകൾ ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. യാതൊരു തത്വമോ നിലപാടോ ആദർശമോ ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ എന്നും അതിരൂക്ഷമായ വിമർശനമാണ് കുര്യൻ ഉയർത്തുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളും പാർട്ടിക്ക് പുറത്ത് എനിക്ക് വേറെ വഴികളുണ്ടെന്ന് പറയില്ല. യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകന് ഇങ്ങനെയൊരു നിലപാട് പറയാനോ സ്വീകരിക്കാനോ കഴിയില്ലെന്നും PJ കുര്യൻ പറയുന്നുണ്ട്. സംസ്ഥാന കോൺഗ്രസിനെ നയിക്കാൻ തരൂർ ആഗ്രഹം പ്രകടിപ്പിച്ചതായി കണ്ടു. പക്ഷേ അദ്ദേഹം നാട്ടിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തികച്ചും അജ്ഞനാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു അന്യനായാണ് നിൽക്കുന്നത്. കോൺഗ്രസിന് ശക്തമായി അടിത്തറയുള്ള സംസ്ഥാനമാണ് കേരളം. മുഖ്യമന്ത്രി പദവിക്ക് തരൂർ അർഹനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റു പല നേതാക്കളും ഈ സ്ഥാനത്തിന് അർഹരാണ്. അവർക്കെല്ലാം നല്ല പ്രവർത്തന പാരമ്പര്യവും ജനസമ്മതിയും ഉള്ളവരാണ്. തരൂർ ക്ഷമയോട് കാത്തിരിക്കണം. തന്നെക്കുറിച്ചുള്ള അമിത ആത്മവിശ്വാസത്തിൽ നിന്നാണ് തരൂർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. ഒരു കാര്യം തരൂർ മറക്കരുത്, ഈ പാർട്ടിയിൽ അദ്ദേഹത്തെക്കാൾ യോഗ്യതയും കഴിവുമുള്ള നിരവധി പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹരായുണ്ടെന്നും കുര്യൻ എഴുതിയിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ വിജയിച്ചത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിലാണ്. പരമ്പരാഗതമായി കോൺഗ്രസ് വിശ്വാസികളായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണ കിട്ടിയതുകൊണ്ടാണ് വിജയിക്കാനായത്. അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രതിഭ കൊണ്ടോ മിടുക്കുകൊണ്ടോ മാത്രമല്ല വിജയമുണ്ടായത്. പാർട്ടിക്ക് അനുവദിച്ച വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് അദ്ദേഹത്തിന് നൽകി. ആ പദവി വഹിക്കാൻ അദ്ദേഹം തികച്ചും യോഗ്യനാണ്. ഈ പാർട്ടിയിൽ പ്രാഗൽഭ്യവും കഴിവുമുള്ള നിരവധി പേരുണ്ട്. നേതൃക്ഷാമം തീരെയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. തരൂരിന് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പദവികൾ നൽകിയ പാർട്ടിയാണ്. ഇക്കാര്യം തരൂർ മറക്കരുതെന്നും കുര്യൻ പറയുന്നുണ്ട്. എഴുത്തുകാരൻ എന്ന നിലയിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനം കൊണ്ട് തനിക്ക് എല്ലാ സ്ഥാനങ്ങളും വേണമെന്ന നിലപാടാണ് തരൂരിനുള്ളത്. ഇന്ത്യയെക്കുറിച്ചും കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചും വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാണ് ഈ ധാരണ അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ കാമരാജ് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രായോഗിക തലത്തിലും ഭരണാധികാരി എന്ന നിലയിലും കാമരാജ് അതിപ്രഗത്ഭനായ നേതാവായിരുന്നു. ഇതേപോലെ നിരവധി നേതാക്കൾ ഇംഗ്ലീഷ് പരിജ്ഞാനം നന്നേ കുറവായിരുന്നു. അവർ ജനമനസ്സുകൾ കീഴടക്കിയവരാണെന്ന കാര്യം കുര്യൻ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേരളവും കേന്ദ്രവും ഭരിക്കുന്ന ഏകാധിപത്യ സർക്കാരുകളുടെ കോൺഗ്രസ് തുറന്ന യുദ്ധത്തിലാണ്. കോൺഗ്രസ് മുക്ത ഇന്ത്യക്കായി പ്രതിജ്ഞ എടുത്തിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത്. ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന പിണറായി സർക്കാരുമായി കോൺഗ്രസ് നിരന്തരം ഏറ്റുമുട്ടലാണ്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് തരൂർ ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത ഡിമാൻഡുകളുമായി പൊതുമധ്യത്തിലേക്ക് വന്നത്. പാർട്ടിയുടെ ആഭ്യന്തര വേദികളിൽ നടത്തേണ്ട ചർച്ചയാണ് പൊതുമണ്ഡലത്തിലേക്ക് വലിച്ചിട്ടത്. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി മൂലം ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കിയെന്നും കുര്യൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.